ഹരീഷിന്റെ ഇൻസ്റ്റഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഈ കുറച്ച് അധികം കാണുന്ന ഒരാള് ധ്യാനാണ്. ഈ ധ്യാനുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധം എന്താണ്? അഭേദ്യമായ ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ആളെ പറ്റിട്ടാ പറയാൻ പോകുന്നത്. അല്ല അദ്ദേഹം അല്ല മനസ്സിലായി, എനിക്ക് മനസ്സിലായി. അപ്പൊ അല്ല ഇത് പുള്ളി കണ്ടു കഴിഞ്ഞാല് അത് മതി. അല്ല ധ്യാൻ ബ്രോന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ID എന്ന് പറഞ്ഞ മലയാള പടം ചെയ്തിരുന്നു. അന്ന് ധ്യാനായിരുന്നു അതിലെ ഹീറോ. ID. അപ്പൊ അതിൽ ഞാൻ പോലീസ് ഓഫീസറായിട്ടാണ് ചെയ്തത്. അപ്പോ അന്ന് തുടങ്ങിയൊരു സൗഹൃദമാണ്. അന്ന് തുടങ്ങിയ സൗഹൃദം പിന്നെ എനിക്ക് എന്താ പറയാ, ചില ക്യാരക്ടേഴ്സ് നമ്മളെ വല്ലാതെ അങ്ങോട്ട് നമ്മുടെ ഉള്ളിലേക്ക് കയറി ചെല്ലും. സിനിമേന്റെ ഉള്ളില് നമ്മൾ ഇങ്ങനെ പാറി നടക്കുന്ന പല ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ. പക്ഷെ ഞാൻ ധ്യാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കണ്ടതിന് ശേഷം എന്റെ ഡിസിപ്ലിൻ വരയ്ക്കും എന്റെ ക്യാരക്ടർ വരയ്ക്കും ചേഞ്ച് ആയി എന്നുള്ളൊരു വ്യക്തത എനിക്കുണ്ട്. കാരണം ഒരു സിനിമയ്ക്കുള്ളിൽ ഞാനൊരു നെപ്പോക്കിഡ് ഒന്നല്ലല്ലോ. നമ്മൾ അങ്ങനെ ഇങ്ങനെ വന്ന് നമ്മള് തേടിപ്പെറുക്കി വന്ന ആളാണല്ലോ സിനിമയ്ക്കകത്ത്. അപ്പൊ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറെ മിസ്റ്റേക്കുകൾ നമ്മളെ സൈഡിൽ നിന്ന് ഉണ്ടാവും. കാരണം നമുക്ക് സിനിമ അറിയില്ല, നമ്മളെ രക്ഷപ്പെടുത്താൻ നമ്മൾ ഓടി എത്തിപ്പിടിക്കാനുള്ള ശ്രമം മാത്രം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ വന്നു, ഈ ഐഡിയയിൽ വന്നു, അതിനുശേഷം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയും വർഷത്തിൽ ഞാൻ ശരിക്കും ഒന്നും ചെയ്തിട്ടില്ല. അത് എന്റെ ഡിസിപ്ലിന്റെ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഞാൻ തേടുന്ന രീതിയുടെ തെറ്റോ അല്ലെങ്കിൽ ഇതൊക്കെയായിരുന്നു എനിക്ക് തോന്നി മനസ്സിലാക്കി. അപ്പൊ പിന്നെ ഒരു സെറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കണം, ഏതായിരിക്കണം, നമ്മൾ എങ്ങനെ ഒരു സിനിമാക്കാരനായിട്ട് ജീവിക്കണം എന്ന് വരയ്ക്ക് ഞാൻ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ധ്യാന്റെ അടുത്തുനിന്ന് ധ്യാന്റെ ഫോളോ അപ്പ്. കാരണം എന്നെ ഒരുപാട് മാറ്റിയിട്ടുണ്ട്. എന്റെ ക്യാരക്ടറിൽ വരയ്ക്കും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനു പറയണു, ഞാനൊരു വേദിയിൽ പോയി സംസാരിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. നമുക്ക് അഭിനയിക്കാൻ പറ്റും, നമുക്ക് തരുന്ന സ്ക്രിപ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരാളെടുത്ത് പോയിട്ട് ഒരു 10 ആൾ ഇരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഒരു മൈക്ക് പിടിച്ച് സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലായിരുന്നു. പക്ഷെ ഞാനൊരു 10 പ്രാവശ്യം ധ്യാൻ ബ്രോന്റെ കൂടെ ഓരോ സ്ഥലത്തും ഞാൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ രീതി, സംസാരിക്കുന്ന രീതി, അതാ ഫേസ് ചെയ്യുന്ന രീതി, എന്ത് ടോപ്പിക് എങ്ങനെ എടുക്കണം, ഏത് രീതിയിൽ എടുക്കണം, ഇതൊക്കെ നമ്മളെ മൈൻഡിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളും അങ്ങനെ ഇപ്പൊ ഞാനൊരു വേദിയിൽ പോയി ഞാൻ സംസാരിക്കും. നമ്മള് അങ്ങനെ കൂടെ നടക്കുന്നവരുടെ ഒരു ഓറ നമ്മളിലേക്കും വരുമെന്നുള്ളതിൽ ഒരു ഡിസിപ്ലിൻ, എനിക്ക് സിനിമയുടെ ഉള്ളിൽ കിട്ടിയ ഒരു ഡിസിപ്ലിൻ അത് ധ്യാൻബ്രോയുടെ കൂടെയാണ്. അത് ജീവിതകാലം മുഴുവൻ ആ സൗഹൃദം കൊണ്ടുനടക്കണം എന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും. എന്തിനു പറയുന്നു, ഞാനിപ്പോ കുറെ കാലം സിനിമകൾ ഇല്ലാതിരുന്നപ്പോ പോലും, ഒരു പരിപാടി ഇല്ലാതിരുന്നപ്പോൾ പോലും എന്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ളത് 100% അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ്.